ഞാൻ നിങ്ങൾക്കൊരാളെ കാണിച്ചു തരാം കേട്ടോ. എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോയെന്ന് നമുക്ക് നോക്കിയൊക്കെ. ഹലോ, എന്താ ഇവിടെ? ഓ ആ, ചെറിയ ചെമ്പോ വലിയ ചെമ്പോ? ഓക്കെ ഓക്കെ ഡേ. ശങ്കരേട്ടനിന്ന് ഇവിടെയാണ് പണി. ആ തെങ്ങ് കയറി വന്നാ? അപ്പുറത്ത് തെങ്ങ് കയറിയാ? ആ ആ എൻ്റെ ഭർത്താവിന് ഇവിടെയാണ് കേട്ടോ ഒന്ന് പണി. ഭർത്താവ് തെങ്ങ് കയറുന്നത് ഭാര്യ വീഡിയോ എടുക്കുന്നു. ഇന്ന് ഇവിടെയാണ് കേട്ടോ പണി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ട്, ഡോക്ടറുടെ വീടാണ്. അവിടെ 2 തെങ്ങുണ്ട്, ബാക്കി തെങ്ങൊക്കെ മുറിച്ചു വന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ തെങ്ങ് വൃത്തിയാക്കലാണ് എന്നാൾക്ക് പണി. അപ്പോൾ രാവിലെ തന്നെ അത് ചെയ്തിട്ട് വേണം വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളിവിടെ ഉണ്ട്. ആൾ ജോലി എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പറമ്പിൽ പോയിട്ട് ആൾ ജോലി ചെയ്യുന്നത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റാറില്ല കേട്ടാ. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ ഇവിടെ അടുത്ത് നിന്നിട്ട് കാണാമല്ലോ. എന്നോട് പറഞ്ഞേ, ഇപ്പോൾ ഈ തെങ്ങിൻ്റെ വീഡിയോ എടുത്ത് വെച്ചോ, ഇത് കഴിയുമ്പോൾ ഇത് വൃത്തിയാക്കി ചെമ്പാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. ഏറ്റവും ലൈവ് കോണിമേകറിന് ആ അത് വേണോ? നോർമലി അല്ലേ കയറല്? എന്തു പറ്റി കോണിമ്മ? ആ ആള് പണിക്ക് പോയടുത്ത് നമ്മളൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ടെൻഷനില്ല. കണ്ണിന് നേരെ കാണുമ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട്. ഹേ തെങ്ങ് കയറ്റം ശങ്കർലാൽ. ആ ഇത് 18-ാം മട്ടയാണോ? അല്ലല്ലോ, അധികം ഹൈറ്റ് പോയിട്ടില്ല, അതാ ചോദിച്ചത്. നമ്മുടെ വീട്ടിൽ 18-ാം മട്ട തെങ്ങുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ട്, മങ്ങാട്. അതധികം ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ പണിയെടുക്കണേറ്റ് മുന്നേ പൈസ കിട്ടി ഗൈസ്. ഗുഡ്, വെരി ഗുഡ്. ആളുടെ കൂടെ പണിയെടുക്കണ ചേട്ടൻ വെട്ടുകത്തി തേക്കുന്ന സമയത്ത് കൈ പാളി, കൈ മുറിഞ്ഞ് സ്റ്റിച്ച് ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവരുടെ വെട്ടുകത്തി ഭയങ്കര, ആ ഭഗവാനേ, നോ വയറിലാവും, ഇല്ലാണ്ടാവും. വയറിലാവും, വയറ്റിലേക്ക് പോണത് ഇല്ലാണ്ടാവും. പുലിവാല കളിക്കല്ലേ, കാണാൻ വയ്യ. സ്കില്ലൊക്കെ നമുക്ക് നിലത്ത് നിന്നിട്ട് കാണിക്കാം, തെങ്ങിൻ്റെ മുകളിൽ വേണ്ട. ഇങ്ങനെ ഒരു ജന്തുക്കൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ മടക്കില്.
ഓരോരോ ജന്തുക്കൾ ഉണ്ടാവില്ല ഇതിൻ്റെ മടക്കിലേ പറയാ. മടക്കിലേ ഓരോ ജന്തുക്കൾ ഉണ്ടാവൂലേ എന്ന്. ഇവർക്ക് സ്ഥിരം കടന്നലിൻ്റെ കുത്ത്, തേനീച്ചയുടെ കുത്ത്, അങ്ങനെ പിന്നെ അത് സ്ഥിരമായി. ചില ദിവസം മേത്ത് മൊത്തം കുത്തിയിട്ട് വരും. ഇതിൻ്റെ മുകളിൽ തേങ്ങ ആവുന്നുള്ളൂ. തെങ്ങ് വൃത്തിയാക്കൽ ജോലിയാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ എവിടെയാ? മുരിങ്ങത്തേരി. ആളുടെ കയ്യിൻ്റെ മുകളിലത്താണെങ്കിൽ ഉണങ്ങിയിട്ടില്ല. വിരലിൻ്റെ തുമ്പായ കാരണം കൊണ്ട് ഭയങ്കര, ഇപ്പോൾ എങ്ങനെ പോയാലും അതുമ്മ കൊള്ളാതിരിക്കില്ല. അപ്പോൾ വീണ്ടും വീണ്ടും മുറി കൂടുക എന്നല്ലാതെ കുറയില്ലല്ലോ. അപ്പോൾ ആൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഇവരെ പണി കുറേ പെൻഡിങ് ആയിട്ടുണ്ട്. ആൾക്ക് എങ്ങനെയെങ്കിലും പണിക്ക് വന്നാൽ മതി എന്നാണ്, പക്ഷെ ആളുടെ കൈ സമ്മതിക്കുന്നില്ല. ഒരു വീട് നോക്കുന്ന ആള്, പിന്നെ റെൻറ്റിനൊക്കെ താമസിക്കുന്ന ഒരാൾക്കാരാകുമ്പോൾ അവരുടെ ഒരു ദിവസത്തെ പണി പോയാൽ തന്നെ സങ്കടമാണ്. അപ്പോൾ ആളൊരു 3-4 ദിവസമായി ഉണ്ടാവില്ലേ ലീവായിട്ട്? 3-4 ദിവസമായി ഉണ്ടാവില്ലേ ലീവായിട്ട്? 3 ദിവസമായി. 3 ദിവസമായി. ഇന്നേക്ക് 4 ദിവസമായില്ലേ? അവിടെ താഴെ മുരിങ്ങയുടെ ഇലയുണ്ട്. മുരിങ്ങയുടെ ഇല ഭയങ്കര മല്ല് പിടിച്ച പണി തന്നെ കേട്ടോ. ആള് പറയാ, ഈ വീഡിയോ കണ്ടിട്ട് ആരും തെങ്ങ് നന്നാക്കാൻ വിളിക്കരുത്, തെങ്ങ് കയറാനാണെങ്കിൽ വിളിച്ചോളാം. തെങ്ങ് നന്നാക്കൽ ഭയങ്കര പാട് പിടിച്ച പണിയാത്ര, കുറേ സമയം പോവും, അതിനനുസരിച്ചുള്ള പൈസ ഉണ്ടാവില്ല. പക്ഷേ ഈ നേരം കൊണ്ട് നമുക്ക് 3-4 തെങ്ങ് കയറാമെന്ന്. ഒരു തെങ്ങ് നന്നാക്കണ നേരം കൊണ്ട് എത്ര തെങ്ങ് കയറാൻ പറ്റും? ഒരു തെങ്ങ് നന്നാക്കണ നേരം കൊണ്ട് എത്ര തെങ്ങ് കയറാൻ പറ്റും? 6 തെങ്ങ് കയറാം. അപ്പോൾ ശരിക്കും തെങ്ങ് അപ്പോൾ തെങ്ങ് കയറുന്നതാണ് ലാഭം, തെങ്ങ് നന്നാക്കുന്നത് നഷ്ടമാണ് ഗൈസ്. പക്ഷെ അതും നമ്മളെ പണിയാണ്, ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അത് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് നോ എന്ന് പറയാനും പറ്റില്ല. പിന്നെ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് നന്നാക്കലല്ലാതെ വേറെ മാർഗം ഉണ്ടാവില്ല. അപ്പോൾ പണി കുറവായിരിക്കും പൊതുവെ. അപ്പോൾ പിന്നെ ഉള്ളതാവട്ടെ എന്നുള്ള രീതിയിൽ പോകേണ്ടി വരും. പക്ഷെ ഭയങ്കര പാടാണ്. മഴക്കാലത്ത് ഈ സംഭവങ്ങളൊക്കെ നനഞ്ഞ് ആകെ വൃത്തികേടായിട്ടുണ്ടാവും. അങ്ങനെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 20-25 മിനിറ്റോളം ആയിട്ടാ. വൃത്തിയായി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആളെന്നെ ഉറുമ്പ് കടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്നെ ചീത്ത വിളിക്കരുത്, പണി സ്ഥലത്ത് എങ്ങനെയാണോ നിൽക്കാറ് അതുപോലെ നിൽക്കണം. എന്നെ കാണുമ്പോൾ എന്നെ ചീത്ത വിളിക്കാൻ തോന്നി, ഉറുമ്പ് കടിച്ചാലും. അത് പൊതുവെ ആൾക്കാർക്കുള്ളൊരു ശീലം തോന്നുന്നു. വേണ്ടപ്പെട്ടവരുണ്ട് വെച്ചെങ്കിൽ അപ്പോൾ അവരെന്നെ ചീത്ത വിളിച്ചാൽ പരിപാടി കഴിഞ്ഞല്ലോ. ഇവിടെ വാഴയുണ്ട്. ജനാലിൻ്റെ അവിടെ വരെ എത്തൂല കേട്ടോ. പക്ഷെ ഇത് കുറച്ചും കൂടി എടുത്താണെങ്കിൽ ഇങ്ങനെ എത്തും. കുറേയൊക്കെ കീറിപ്പോയിട്ടുണ്ട്.
ആ ഷീറ്റ് ഇട്ട് കാണുന്നത് കമ്പിയൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടയാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു റൂം പോലെ കാണുന്നില്ലേ, ഹോളോ ബ്രിക്സ് ഒക്കെ കെട്ടിയിട്ട്, അവിടെ ഹിന്ദിക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ മുകളിൽ ഞാൻ അവിടെ വന്ന സമയത്തൊക്കെ പാട്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് ആരാണ് പാട്ട് വെച്ചിട്ടുള്ളത്, ദൈവമേ, ഇത്ര രാത്രിയൊക്കെ ഇങ്ങനെ പാട്ട് കേൾക്കുന്ന സൗണ്ട് നിന്ന്. അവിടെ ഇതിൻ്റെ മുകളിൽ താമസം ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. പാട്ട് ഇങ്ങനെ കേൾക്കാം. പിന്നീട് ഇവിടെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ജനാലൊക്കെ തുറന്നിട്ടപ്പോഴാണ് അവിടെ ആൾക്കാർ നടക്കുന്നത് കണ്ടത്. അപ്പോഴാണ് രാത്രി അവിടെ നിന്നാണ് പാട്ട് വരുന്നതല്ലേ എന്ന് മനസ്സിലായത്. അവർ ഉറക്ക പാട്ട് വയ്ക്കും ബ്ലൂടൂത്തിൽ. അപ്പം ഇങ്ങോട്ട് നല്ല കേൾക്കും. ഗുരുവായൂരപ്പാ ഭഗവാനെ, ഇത് നേരിട്ട് കാണാതിരിക്കുക നല്ലത് കേട്ടാ. നമുക്ക് മനസ്സിനുള്ള തൊയിരം കൂടിയും പോയി കിട്ടും. അവിടെ കയറണല്ലേ? ശരിയാ, ഇപ്പൊ തന്നെ ഏകദേശം അരമണിക്കൂർ ആവാറായി. നല്ല പാടുള്ളത് എങ്ങാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വൃത്തിയാക്കാൻ തന്നെ വേണ്ടി വരും. നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നല്ല സമയം എടുക്കും. നല്ല രീതിയിൽ വേണ്ട 7:15 അത് വേണം. 7:15 പണിക്ക് പോയത് 8 മണി ആയിട്ടാ. ഈ നേരം കൊണ്ട് ഒരു തെങ്ങ് കയറി ഒരു തെങ്ങ് നന്നാക്കാണ്. എല്ലാം ഈ പണിയുടെ ഭാഗമല്ലേ, അപ്പം നമ്മൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ചെയ്യണ്ടേ. 1/2 മണിക്കൂറത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഇതാ തെങ്ങ് വൃത്തിയാക്കൽ അവസാനിച്ചിരിക്കുകയാണ്. ബൈ. ഇനി ആളെ വീട്ടിലേക്ക് വരണമെങ്കിൽ 1:30, 2 മണി, 2:30, ചിലപ്പോൾ 3 മണി, 3:30, 4 മണിയൊക്കെ ആവും ചില ദിവസങ്ങളിൽ. ബൈ. എവിടെ? ആ അപ്പുറത്ത് തെങ്ങുണ്ട് നീ, പക്ഷെ അത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണില്ല. പോയി നോക്കട്ടെ. ഇവിടെ ഒരു ജനാലുണ്ട്, പക്ഷെ കാണൂല ഗൈസ്. ഉണ്ട്, തെങ്ങുണ്ട് അവിടെ, പക്ഷെ ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് കാണില്ല. സംഭവം കാണാം, ഫോൺ ഇങ്ങനെ പുറത്തേക്ക് വെച്ചാൽ. അവിടെയാണ് ഒരെണ്ണം ഇവിടെയും കയറാനുള്ളത്. ഇനി അവിടെ ഉള്ളത് ചെറിയൊരു തെങ്ങിൻ തൈയാണ്. അതിൻ്റെ മുകളിൽ കോണിയൊക്കെ വെച്ച് കയറി കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആള് പണിക്ക് പോകണടുത്ത് പോയിട്ട് വീഡിയോ എടുക്കണമെന്ന്, പക്ഷെ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. പിന്നെ പണിസ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അവർ ഒരു സ്ഥലം കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക്, അങ്ങനെ ചിലപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ 3-4 സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യും. അപ്പോൾ നമ്മൾ കൂടെ പോയതിന് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ കൂടെ ഒരു ചേട്ടനും കൂടി ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വണ്ടിയുടെ മുകളിലാണ് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോൾ ഞാനത് വീഡിയോ എടുത്തു, നിങ്ങളായിട്ട് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.